ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഡ്രീം ഹോമിൽ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും എന്താണെന്നല്ലേ. കൽത്തപ്പം, നല്ല നാടൻ പലഹാരമായ കൽത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വേരെല്ലാം വന്ന നല്ല അടിപൊളി കൽത്തപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കൽത്തപ്പം റെഡിയാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു 2 ഗ്ലാസ് പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഒരു 2 മണിക്കൂർ മുമ്പ് കുതിരാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടി 3 ബെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 3 ആണി ബെല്ലം. അപ്പം ഒരുപാട് വലിപ്പമുള്ള ബെല്ലമൊന്നുമല്ല, ഒരു മീഡിയം വലിപ്പമുള്ള 3 ബെല്ലമാണ് എടുത്തിരിക്കുന്നത്. മധുരം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, അധികം മധുരം വേണ്ടെങ്കിൽ മധുരം കുറയ്ക്കാം. അപ്പം ഞാൻ ഏകദേശം 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ബെല്ലം ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ബെല്ലം ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. അടുത്തത് നമ്മൾ കുതിരാൻ വെച്ച പച്ചരി എല്ലാം കൂടി ഒന്ന് കഴുകിയെടുത്തു. അതിലേക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഈ പച്ചരി നമ്മൾ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ചോറാണ് നമ്മൾ ചേർക്കുന്നത്. ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ പച്ചരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വേണം നമ്മൾ ചോറും എടുക്കാൻ. അപ്പോൾ നമുക്ക് അളവ് കൃത്യമായിട്ട് കിട്ടും. ഏത് ഗ്ലാസ്സിന് നമ്മൾ 2 ഗ്ലാസ് അരി എടുത്താലും അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ചോറാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ടു, 2-3 ഏലക്ക ഇട്ടു. അതിനുശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സിയിൽ നിന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കാരണം നമുക്ക് ബെല്ലം ഉരുക്കി ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിപ്പോവാനും പാടില്ല. എന്നാലും നമുക്കൊരു ഇഡലിമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ വരുന്ന ലൂസ് മതി. അതിനുള്ള കണക്കിലുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ മാവിലേക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഈ അരച്ചു വെച്ച മാവിലേക്ക് ഒരല്പം അപ്പക്കാരം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അപ്പക്കാരയുടെ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി വേണ്ടത് ഒരു കുക്കറിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത്, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും നല്ലതാട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പോൾ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അതേപോലെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്ന് ചെറുതായിട്ട് ചെറിയുള്ളി ഒന്ന് മൂത്ത് വരാനാകുമ്പോൾ മതി തേങ്ങ ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങയെല്ലാം ഇവിടെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെല്ലം ഉരുകാൻ വെച്ചാൽ അതെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലം ആ തിളവോട് കൂടി തന്നെ വേണം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. മാവിലോട്ടൊരു അരിപ്പ് വെച്ച് അരിച്ച് വേണം ഒഴിക്കാൻ. വെല്ലത്തിൽ കല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അത് അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്ത് ഈ ചൂടോടുകൂടി വേണം നമ്മൾ മാവിൽ വറുത്ത് വെച്ച ഉള്ളിയിലും തേങ്ങയിലേക്കും ചേർക്കാൻ. അപ്പം തീ ഓഫ് ചെയ്യരുത് കുക്കറിൻ്റെ. ആ ചൂടോടുകൂടി വേണം പാത്രത്തിൽ നിന്ന് എണ്ണയുടെ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ കൽത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ആ സൈഡിലൊരു ചെറിയ തിളവ് വരുന്ന സമയത്ത് വേണം നമ്മളിതൊന്ന് അടച്ചു വെക്കാൻ. ആ ഒഴിച്ച പാടന്നെ അടച്ചു വെക്കരുത്. ആ ഒരു സൈഡെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. അതിൻ്റെ വെയിറ്റ് ഊരി വെക്കാൻ മറക്കരുത്. അതുപോലെ കുക്കർ വെക്കുമ്പം നമ്മൾ അടച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു പഴയ ദോശപാത്രം വെക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കുക്കർ വെക്കാൻ. അത് അടി ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അതുപോലെ തീയും കുറച്ച് വെക്കണം. അങ്ങനെ ഒരു 20-30 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തു. നമ്മളെ കൽത്തപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഞാൻ രാവിലെ ഇത് പാത്രത്തിൽ നിന്ന് എടുക്കുന്നില്ലോ, നല്ലതുപോലെ തണുത്തിട്ട് വേണം നമ്മൾ പുറത്തെടുക്കാൻ. അപ്പം ഞാൻ രാവിലെ പുറത്തെടുത്തപ്പോൾ കണ്ടോ, പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.